നമസ്കാരം. ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയൻ, US-ന്റെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരട് തുടങ്ങിയ വിശേഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു റൈസിക്ക്. പെട്ടെന്നൊരു നാൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നു. ഹെലികോപ്റ്റർ വീണതോ അതോ വീഴ്ത്തിയതോ? വീഴ്ത്തിയതെങ്കിൽ പിന്നിലാര്? ഇറാനോ അതോ അമേരിക്കയോ? അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും അജ്ഞാത ശക്തികളോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചത് മോശം കാലാവസ്ഥയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. കട്ടിയേറിയ മൂടൽമഞ്ഞടക്കമുള്ള ഘടകങ്ങൾ പ്രതികൂലമായെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19-നാണ് റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പർവ്വത പ്രദേശത്ത് വെച്ച് തകർന്നു വീണത്. വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാനും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിയുമായി അടുപ്പമുള്ള റൈസി അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ആകസ്മിക മരണം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് റൈസി. 2017-ലാണ് റൈസി ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. തീവ്ര നിലപാടുകാരനായ റൈസി 2019 മാർച്ചിലാണ് ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനായത്. റൈസിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഉപരോധം കൊണ്ട് വലഞ്ഞ ഇറാന് റുഹാനിയുടെ നേതൃത്വത്തിൽ ലോകശക്തികളോട് സഹകരിച്ച് നടപ്പാക്കിയ 2015-ലെ ആണവ ഇടപാട് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഈ ഇടപാടിനെതിരായിരുന്നു റൈസി. 2017-ൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ 2021-ൽ റൈസി വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ 48% പോളിംഗ് ഉണ്ടായിരുന്നു. 62% പേർ റൈസിക്ക് വോട്ട് ചെയ്തു. കടുത്ത ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങി താഴുമ്പോഴും പ്രതിരോധ ബജറ്റിനായി വൻ തുക നീക്കിവെച്ചത് കടുത്ത വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ നിന്ന് പിന്മാറിയത് രാജ്യാന്തര തലത്തിലെ ഇറാന്റെ ബന്ധങ്ങളിലും ഉലച്ചിലുണ്ടാക്കി. ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ചുമത്തപ്പെട്ടു. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു. ഇതോടെ വീണ്ടും ആണവ പദ്ധതികൾ പുനരാരംഭിക്കുകയാണെന്ന് റൈസി പ്രഖ്യാപിച്ചു. കോവിഡ് മഹാമാരിയും കാര്യങ്ങൾ കൂടുതൽ മോശമാക്കി. രാജ്യാന്തര വിഷയങ്ങളിൽ റൈസി നടത്തിയ വിവാദ പ്രസ്താവനകൾ US, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു. പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായി റൈസി സ്ഥിരമായി കൊമ്പുകോർത്തിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ 300-ലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചുള്ള ആക്രമണം നടത്തിയത് റൈസിയുടെ അനുവാദത്തോടെയായിരുന്നു. പാശ്ചാത്യ ശക്തികളോട് എതിർത്ത് നിൽക്കുന്ന സിറിയയുമായും പാലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ലെബനനിലെ ഹിസ്ബുള്ളയുമായും ഇറാൻ മികച്ച ബന്ധം കാത്തു സൂക്ഷിച്ചതും റൈസിയുടെ നിലപാടിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പുറത്തുവന്ന ഈ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.